ഫ്രണ്ട്സ്, നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാടധികം ഗോൾസ് ഉണ്ടായിരിക്കും അല്ലേ? ഈ ഒരു ഗോൾസിനെയൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിനുള്ള ഭൂരിഭാഗം ആളുകളുടെയും ഉത്തരം എന്നുള്ളത് നോ എന്നുള്ളതായിരിക്കും. ഇവിടെയാണ് നമ്മൾ ഗോൾസും സിസ്റ്റവും തമ്മിലുള്ള റിലേഷനെ പറ്റി മനസ്സിലാക്കേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരുപാടധികം ഗോൾസ് ഉണ്ടായിരിക്കും. അതിനെയൊക്കെ അച്ചീവ് ചെയ്യണമെന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹവും നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ അമിതമായിട്ട് നമ്മളുടെ ഗോൾസിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. ഇതിൻ്റെ റീസൺ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. നമ്മൾ വെറും ഗോൾസിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാതെ അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം കൂടി ക്രിയേറ്റ് ചെയ്യണം. ഇതിനായിട്ട് നമ്മൾ ആദ്യം ഗോളും സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി മനസ്സിലാക്കിയിരിക്കണം. ഗോൾ എന്നുള്ളത് അതൊരു വൺ ടൈം ഈവൻ്റ് ആണ്. അതായത് നമ്മുടെ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അത് കംപ്ലീറ്റ് ആയി. എന്നാൽ സിസ്റ്റം എന്നുള്ളത് ഒബ്ജക്റ്റീവാണ്. അതായത് അതെപ്പോഴും ഒരുപോലെ തന്നെ ഉണ്ടായിരിക്കും. നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആ ഒരു പ്രോസസ്സാണ് സിസ്റ്റം എന്നുള്ളത്. അതായത് നമ്മളുടെ ഗോൾ എന്നുള്ളത് അതൊരു ഡെസ്റ്റിനിയാണ്. അതിലേക്കുള്ള ആ ഒരു പാത്വേ ആണ് പ്രോസസ്സ് എന്നുള്ളത്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഗോൾ എന്നുള്ളത് നിങ്ങളുടെ ബോഡി വെയ്റ്റിൽ നിന്ന് 20 കിലോ കുറയ്ക്കുക എന്നുള്ളതാണെങ്കിൽ അതിനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ സിസ്റ്റം എന്നുള്ളത്. ഇനി എക്സാമിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം, ഇതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ അതിനായിട്ട് നല്ല ടൈം ടേബിൾ വെച്ച് പഠിക്കുക, റിവിഷൻ ചെയ്യുക, മോക്ക് ടെസ്റ്റ് എഴുതുക, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്നുള്ളത്. നിങ്ങളിൽ ശരിയായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യുക എന്നുള്ളത് അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മാറും. നിങ്ങളുടെ ഗോൾസിനേക്കാളും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് അതിലേക്കുള്ള ആ ഒരു സിസ്റ്റത്തിലേക്കായിരിക്കണം. ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ 30 കിലോ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്നാൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും 10 കിലോ മാത്രമേ കുറഞ്ഞുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിരാശ തോന്നും അല്ലേ? എത്ര ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതെന്ന് നിങ്ങൾ വിചാരിക്കും. ആൻഡ് നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതുമൂലം നിങ്ങളോടുള്ള ആ ഒരു വിശ്വാസം തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടും അല്ലേ? ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് സിസ്റ്റം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ 30 കിലോയിലെ 10 കിലോ മാത്രമേ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ഒരു ഗോളിനെ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ ഒരു ഗോളിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ മൈൻഡിൽ നെഗറ്റീവ് തോട്ട്സ്, ഫ്രസ്ട്രേഷൻ ഇതിനെല്ലാം ക്രിയേറ്റ് ചെയ്യും. ഇതിലൂടെ നിങ്ങൾ വളരെ ഡീമോട്ടിവേറ്റ് ആയിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ലഭിക്കില്ല. ഇതുകൊണ്ടാണ് നമ്മളുടെ ഗോൾസിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാതെ അതിലേക്കുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നത്. എങ്ങനെ നമ്മളുടെ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്ത് നമ്മളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആക്കാൻ സാധിക്കും, എങ്ങനെ നമ്മളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും, ഇതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം. അതിനായിട്ടാണ് അതിനുവേണ്ട ഒരു സിസ്റ്റത്തെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പോലും പറഞ്ഞിട്ടുണ്ട്, റിസൾട്ടിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിലേക്കുള്ള ആ ഒരു പ്രോസസ്സ് എന്നുള്ളത്. അപ്പോൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം നമ്മളുടെ ഗോൾസിനെ പറ്റി മാത്രം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾക്ക് നല്ലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാൻസിനെ നിങ്ങൾക്ക് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ നമുക്ക് നമ്മളുടെ ഗോൾസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും? നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും സറൗണ്ടിങ്സ് എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. നമ്മളുടെ ആ ഒരു സറൗണ്ടിങ്സിന് അനുസരിച്ചിട്ട് വേണം നമ്മളുടെ ആ ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. ബട്ട് പൊതുവേ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ബേസിക് ആയിട്ടുള്ള ഈ ഒരു 3 സ്റ്റെപ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ആദ്യം ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്, നമ്മുടെ ലൈഫിൽ നമുക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് ഡിസൈഡ് ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ വിചാരിച്ച നമ്മളുടെ ആ ഒരു ഗോൾ എങ്ങനെയെല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കും, അതിനായിട്ട് എന്തെല്ലാം വഴികളുണ്ടെന്ന് നമ്മൾ കണ്ടെത്തണം. അതുപോലെ നമ്മളുടെ ഒരു ജേണിയിൽ എന്തെല്ലാം പ്രോബ്ലംസ് വരും, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മളുടെ ഒരു ഗോൾസിനെ എങ്ങനെയെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ആ ഒരു ക്ലിയർ ഐഡിയ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആൻഡ് സിറ്റുവേഷൻ അനുസരിച്ച് അതിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താനും നിങ്ങൾക്ക് സാധിച്ചിരിക്കണം. എക്സാമ്പിളായിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്ന് ഇമ്പ്രൂവ് ആക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ അപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം ഇനി മുതൽ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം. അതുപോലെ ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാനും എഴുതാനും പഠിക്കണമെന്നുള്ളത്. നിങ്ങളുടെ ഈ ഒരു തീരുമാനമാണ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്.
അതിനുശേഷം നിങ്ങളത് എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് എന്ന് കൂടി തീരുമാനിക്കണം. അതായത് നിങ്ങൾ സ്വയം പഠിക്കുകയാണോ അതോ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിക്കുകയാണോ, എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അടുത്തതായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻസിനെ നിങ്ങൾ കണ്ടെത്തണം. അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യങ്ങളെയൊക്കെ എങ്ങനെ പഠിക്കാം, എങ്ങനെയെല്ലാം ഇതിനെ സോൾവ് ചെയ്യാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ മറ്റുള്ളവരുടെ കൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. തെറ്റിയാലും ഇതിങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. പലപ്പോഴും തെറ്റുമോ എന്നുള്ള ഈ ഒരു ഭയം കാരണം കൊണ്ടായിരിക്കും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ മടിയുണ്ടായിരിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ സാധിച്ചിരിക്കണം. ഇതിനായിട്ട് നിങ്ങൾ ഒരുപാടധികം ഇംഗ്ലീഷ് ബുക്കുകൾ വായിക്കണം, ഇംഗ്ലീഷ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ല് നിങ്ങൾക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കാൻ സാധിക്കും. നേരെ മറിച്ച് വെറുതെ ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ള ആ ഒരു ഗോൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ എങ്കിൽ അപ്പോൾ നിങ്ങൾക്കത് വലിയൊരു ടാസ്ക്കായിട്ട് അനുഭവപ്പെടും. സോ നിങ്ങളിൽ നല്ലൊരു സിസ്റ്റം ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കില്ല. സോ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിലേക്കുള്ള ആ ഒരു സിസ്റ്റം കൂടി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു ഗോൾ ഉണ്ടായിരിക്കും, അത് അച്ചീവ് ചെയ്യണമെന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ ആ ഒരു ഗോളിനെ പറ്റി മാത്രമേ ചിന്തിക്കുകയുള്ളൂ, അത് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നതിനെ പറ്റി ചിന്തിക്കില്ല. സോ നമ്മൾ ശരിയായിട്ടുള്ള ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ഗോളിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. സോ നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ആദ്യം നല്ലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. ദെൻ കണ്ടിന്യൂസ് ആയിട്ട് അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഗോൾസിനെ നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.